കാലത്തിന്റെ സ്മൃതികളിൽ നക്ഷത്രങ്ങൾ കഥ പറയുന്ന ജ്യോതിഷ സ്മൃതികളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ നക്ഷത്ര വിശേഷത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് മകരസംക്രമ ഫലവും അത് ഓരോ നക്ഷത്രക്കാർക്കും ചെലുത്തുന്ന സ്വാധീനവും ഗുണവും ദോഷവും അതേപോലെ രാജ്യത്തിനുണ്ടാകുന്ന ഫലങ്ങളും ദോഷ ദിവസങ്ങളും അങ്ങനെ സംക്രമ ഫലമായി നാം അറിയേണ്ട എല്ലാ കാര്യങ്ങളുമാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് വളരെ ഗഹനമായിട്ടുള്ള വിഷയമാണ്. വീഡിയോയിലേക്ക് നേരിട്ട് കടക്കാം. വീഡിയോ അവസാനം വരെ കാണുക. 2026 ജനുവരി 14 അതായത് ധനുമാസം 30 ബുധനാഴ്ച പകൽ 3:09 അനിഴം നക്ഷത്രം 3-ാം പാദം വൃശ്ചികക്കൂറിൽ മകരം രാശിയിലേക്ക് ആദിത്യൻ സംക്രമിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ തയ്യാറാക്കാനായിട്ട് അല്പം കാലതാമസം എടുത്തു. അതിൽ സദയം ക്ഷമ ചോദിക്കുന്നു. പാശയോഗത്തോട് സംഭവിക്കുന്ന ഈ മകര രവി സംക്രമവശാലുള്ള നക്ഷത്രഫലം നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് അനിഴം നക്ഷത്രക്കാരെ കൂടുതൽ ബാധിക്കാം. ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ഇവർ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുക്കൾ വർദ്ധിക്കാം. സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ പ്രയാസങ്ങൾക്കും ഇടവരാം. അതേപോലെ തന്നെ കർമ്മരംഗത്ത് ചില അസ്വസ്ഥതകളും ഉണ്ടാകാം. എന്നാൽ മകര സംക്രമവശാലുള്ള അംഗസ്ഥിതി ഫലവും മറ്റും അനിഴം നക്ഷത്രക്കാർക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ ഐശ്വര്യവും സുഖാനുഭവങ്ങളും അതോടൊപ്പം തന്നെ ഉണ്ടാകും. ദോഷപരിഹാരങ്ങൾ ഏറ്റവും അവസാനം ഒന്നിച്ച് പറയുന്നതാണ്. നമുക്കിനി ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന സംക്രമ ഫലത്തെ വിശേഷമായി ഒന്ന് പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തിക, മകയിരം, തിരുവാതിര, ആയില്യം, മകം, പൂരം, അത്തം, ചിത്തിര, പൂരാടം, ഉത്രാടം, തിരുവോണം, ചതയം, പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് മകര രവി സംക്രമവശാലുള്ള നക്ഷത്രഫലം അത്ര നല്ലതല്ല. ഇനി ഓരോ നക്ഷത്രക്കാർക്കും വിശേഷമായിട്ടുണ്ടാകുന്ന ദോഷഫലത്തെയാണ് പറയുന്നത്. എല്ലാവർക്കും എല്ലാ ഫലങ്ങളും ദോഷമാകണമെന്നില്ല. അത് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. അശ്വതി, ആയില്യം, പൂരാടം എന്നീ നക്ഷത്രക്കാർക്ക് അർദ്ധനാശത്തിന്, അതായത് സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ അവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിശേഷിച്ച് സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക. ഭരണി, മകം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് ചെറിയ ആപത്തിന് സാധ്യതയുള്ളതിനാൽ അവർ അപകട സാധ്യതയുള്ള എല്ലാ പ്രവൃത്തികളും പരമാവധി ഒഴിവാക്കുകയും ചെയ്യുന്ന മറ്റെല്ലാ പ്രവൃത്തികളിലും നന്നായി ശ്രദ്ധിക്കുകയും വേണം. കാർത്തിക, പൂരം, തിരുവോണം നക്ഷത്രക്കാർക്ക് രോഗാരിഷ്ടതകൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. മകയിരം, അത്തം, ചതയം എന്നീ നക്ഷത്രക്കാർക്ക് അധ്വാനഭാരം വർദ്ധിക്കാൻ ഇടവരാം. തിരുവാതിര, ചിത്തിര, പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ബന്ധനമെന്ന ദോഷാനുഭവത്തിന് സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. രോഹിണി, പുണർദം, പൂയം, ഉത്രം, ചോതി, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ഉത്രിട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് മകര സംക്രമവശാലുള്ള നക്ഷത്രഫലം നല്ല അനുകൂലമാണ്. ഇവരിൽ രോഹിണി, ഉത്രം, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് ലാഭം എന്ന ഗുണം ഉണ്ടാകും. പുണർദം, ചോതി, തൃക്കേട്ട, ഉത്രിട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. പൂയം, വിശാഖം, മൂലം, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മകര സംക്രമ നക്ഷത്രഫലമായി ദോഷം പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാർ ജന്മനക്ഷത്ര ദിവസം സൂര്യക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ, ശിവക്ഷേത്രത്തിൽ ജലധാര, കൂവളമാല, മൃത്യുഞ്ജയ മന്ത്രാർച്ചന, ദേവീക്ഷേത്രത്തിൽ കടുംപായസം, നെയ്വിളക്ക്, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ സാഹചര്യത്തിനൊത്തും ശക്തിക്കൊത്തും നടത്തുക. ശനിദശയിൽ സൂര്യാപഹാരത്തിൽ കഴിയുന്നവരെയും ഈ മകര രവി സംക്രമ ഫലം കൂടുതൽ ബാധിക്കാം. അവർക്ക് ശത്രുഭയത്തിന് ഇടയുണ്ടാകാം. ഉദരരോഗം, നേത്രരോഗം തുടങ്ങിയ രോഗപീഠകൾക്ക് സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല. ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ ചെറിയ കാര്യങ്ങളിൽ പോലും പ്രയാസങ്ങൾ ഉണ്ടാകാം. ബന്ധുജനങ്ങളിൽ ചിലർക്കും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. ദോഷപരിഹാരമായി നേരത്തെ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക. 1201 ആണ്ട് ധനുമാസം 16 ഉദയത്തിന് ബുധൻ
മൗഢ്യം ആരംഭിച്ചു. മൗഢ്യം മകരം 23-ാം തീയതി അസ്തമയത്തിനാണ് അവസാനിക്കുന്നത്. അതിനാൽ മകരം 7-8 ദിവസങ്ങളിൽ മൗഢ്യാവസ്ഥ വർദ്ധിക്കുന്നതാണ്. ബുധമൗഢ്യം മിഥുനക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും ബുധഗ്രഹത്തിന്റെ ദശാപഹാരങ്ങളിൽ കഴിയുന്നവർക്കും അത്ര നല്ലതല്ല. കേരളത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ബുധമൗഢ്യം പ്രതികൂല അനുഭവങ്ങൾക്ക് ഇടയുണ്ടാക്കും. ദോഷശാന്തിക്കായി ഈ പറഞ്ഞ വ്യക്തികൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ത്രിമധുരം, തൃക്കൈവെണ്ണ, തുളസിമാല എന്നീ വഴിപാടുകളെ ചെയ്യുക. ശുക്രന് വൃശ്ചികം 24-ാം തീയതി ആരംഭിച്ച മൗഢ്യം മകരം 23-ാം തീയതിയാണ് അസ്തമയത്തിന് ശേഷമാണ് അവസാനിക്കുക. ശുക്രൻ മൗഢ്യ കാലയളവും ഇടവക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും ശുക്രന്റെ ദശാപഹാരങ്ങളിൽ കഴിയുന്നവർക്കും അത്ര നല്ലതല്ല. ഈ കാലയളവിൽ അവരവരുടെ ആരാധനാമൂർത്തിക്കും ഗണപതിക്കും ദുർഗാദേവിക്കും യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. കൊല്ലവർഷം 1201-ാം ആണ്ട് മകരമാസം 14-ാം തീയതി, അതായത് 2026 ജനുവരി 28-ന് ബുധനാഴ്ച ദിവസം ബുധശുക്ര ഗ്രഹയുദ്ധം സംഭവിക്കും. ബുധനും ശുക്രനും തിരുവോണം നക്ഷത്രത്തിൽ സഞ്ചരിക്കവേ ഉണ്ടാകുന്ന ഈ ഗ്രഹയുദ്ധത്തിൽ ശുക്രനാണ് ജയം. ബുധന്റെ ഗ്രഹയുദ്ധ പരാജയ ഫലം മകയിരം, തിരുവാതിര, പുണർദം, അത് മിഥുനക്കൂറിൽ വരുന്ന പുണർദം, ഉത്രം, അത്തം, ചിത്തിര, ചിത്തിരയുടെ കന്നിക്കൂറിൽ വരുന്ന ചിത്തിരയാണ് എന്നീ നക്ഷത്രക്കാരെയും ബുധന്റെ ദശാപഹാര കാലങ്ങളിൽ കഴിയുന്നവരെയും പ്രതികൂലമായി ബാധിക്കും. അവർ ഈ ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ത്രിമധുരം, തൃക്കൈവെണ്ണ, തുളസിമാല എന്നീ വഴിപാടുകളെ ചെയ്യുക. ഈ ദിവസം തിരുവോണ നക്ഷത്ര ജാതരും ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് ദോഷത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് ക്രമത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് മകരസംക്രമ ഫലമായി ഉണ്ടാകുന്ന സംക്രമ ഫലത്തെ പരിശോധിക്കാം. അശ്വതിക്കാർക്ക് നഷ്ടവും, ഭരണി ദുരിതവും, കാർത്തിക കഷ്ടവും, രോഹിണി നേട്ടവും, മകയിരം പരിശ്രമവും, തിരുവാതിര അരിഷ്ടതയും, പുണർദം നേട്ടവും, പൂയം പുഷ്ടിയും, ആയില്യം ധനനഷ്ടവും, മകം സങ്കടവും, പൂരം ദുരിതവും, ഉത്രം ശ്രേഷ്ഠതയും, അത്തം പരിശ്രമവും, ചിത്തിര ദുരിതവും, ചോതി നേട്ടവും, വിശാഖം പുഷ്ടിയും, അനിഴം ധനനഷ്ടവും, കേട്ട നേട്ടവും, മൂലം സമൃദ്ധിയും, പൂരാടം ധനനഷ്ടവും, ഉത്രാടം രോഗവും, തിരുവോണം അസുഖവും, ചതയം പരിശ്രമവും, പൂരിട്ടാതി കഷ്ടവും, ഉത്രിട്ടാതി നേട്ടവും, രേവതിക്ക് പുഷ്ടിയുമാണ് ഫലമായി ലഭിക്കുക. ഇനി നമുക്ക് സൂര്യസംക്രമ ഫലം ഓരോ രാശിക്കും ഉള്ള ഫലത്തെ പ്രത്യേകമായി പറയാം. മേടക്കൂറുകാർക്ക് പ്രാണഭീതിയാണ്. ഇടവക്കൂറുകാർക്ക് സർക്കാർ വക നേട്ടങ്ങൾ ഉണ്ടാകാം. മിഥുനക്കൂറുകാർക്ക് കഷ്ടതയുണ്ടാകാം. കർക്കിടകക്കൂറുകാർക്ക് സങ്കടമുണ്ടാകാം. ചിങ്ങക്കൂറുകാർക്ക് നേട്ടമാണ്. കന്നിക്കൂറുകാർക്ക് ദുരിതമാണ്. തുലാക്കൂറുകാർക്ക് അഭിവൃദ്ധിയാണ്. വൃശ്ചികക്കൂറുകാർക്ക് രോഗഭയമാണ്. ധനുക്കൂറുകാർക്ക് വിജയമാണ്. മകരക്കൂറുകാർക്ക് ശത്രുനാശമാണ്. കുംഭക്കൂറുകാർക്ക് ഐശ്വര്യമാണ്. മീനക്കൂറുകാർക്ക് ഭയമാണ്. നക്ഷത്രപ്രകാരം സംക്രമഫലം ദോഷമായിരിക്കുന്നവർക്ക് രാശിപ്രകാരം സംക്രമഫലം നല്ലതാണെങ്കിൽ അത് ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് വേണം ഒരു വ്യക്തി തൻ്റെ പൂർണ്ണമായിട്ടുള്ള നക്ഷത്രഫലത്തെ കണ്ടെത്താനായിട്ട്. സൂര്യനും നവഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കഥ പറയുന്ന അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നന്ദി, നമസ്കാരം, ശുഭദിനം.